നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ അൻവറൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും യു ഡി എഫിലേക്ക് തന്നെ അൻവർ പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള നിലയിൽ പുതിയ ചർച്ചകൾ നടക്കുന്നു. എറണാകുളത്താണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എറണാകുളത്ത് നടക്കുന്ന ചർച്ചകളുടെ ഫലമായി അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറിയാലും അപകടമില്ല. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ NSS ഒരു നിലപാട് പറഞ്ഞില്ലായിരുന്നു, SNDP അത്ര കടുപ്പിച്ചില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ SNDP വല്ലാതെ കടുപ്പിച്ച് നിൽക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ വലിയ തോതിലാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റി NSS പെരുന്നയിലെ സുകുമാരൻ നായർ അവർ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ചിലപ്പോൾ ഇടതുപക്ഷത്തേക്ക് വലിയ വോട്ടൊഴുകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് പരമാവധി ആളുകളെ കൂടെ നിർത്തുക, പരമാവധി വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും കൂടെ നിർത്തുക എന്ന് പറയുന്ന പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് UDF വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൻവറിൻ്റെ UDF പ്രവേശനം നടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അതിനുള്ള ചർച്ചകളാണ് എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സജി മഞ്ഞക്കടൽ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൽ നിന്ന് പോയിട്ടുള്ള സജിയും, കോട്ടയത്തുകാരനായ സജിയും, അതുപോലെ തന്നെ അൻവറും, ഇവരൊരു നല്ല സംഘം എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത് UDF ചർച്ചകൾ നടത്തുകയാണ്. അത് രഹസ്യ ചർച്ചകളാണ്, രഹസ്യം എന്നുള്ളതിൽ അനൗപചാരിക ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഔപചാരികമായി മാറുമായിരിക്കാം വരും ദിവസങ്ങളിൽ. എന്തായാലും PV അൻവർ UDFിലേക്ക് തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്തകൾ. തീർച്ചയായിട്ടും അതിനുള്ള കരുനീക്കങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുണ്ടാകുന്നു. VD സതീശൻ്റെ ഒരു നിലപാടൊന്ന് മയപ്പെടാനാണ് സാധ്യതയുള്ളത്. കാരണം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ അതിൽ അങ്ങനെ അസ്പൃശ്യത അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് ആരോടും ആർക്കുമില്ലാത്ത ഒരു സ്ഥലം രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ സതീശൻ്റെ ഒന്ന് അയഞ്ഞാൽ PV അൻവർ തീർച്ചയായിട്ടും കോൺഗ്രസിൽ വരും, അല്ലെങ്കിൽ UDFിലേക്ക് പോകും. തീർച്ചയായിട്ടും അൻവർ ഇല്ലാതെ നിലമ്പൂർ ജയിച്ച് കാണിക്കുക എന്നൊരു വാശി മാത്രമേ VD സതീശനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞല്ലോ. അൻവർ ഇല്ലാതെയും നിലമ്പൂരിൽ ജയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ വിലപേശൽ ശേഷി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ വിലപേശൽ ശേഷി വെച്ചിട്ടും UDFിലേക്ക് വലിയ വിലപേശലില്ലാതെ കടന്നുകൂടാനാണ് അൻവർ ശ്രമിക്കുന്നത്. അതിലൂടെ MLA ആകാൻ പറ്റുമെങ്കിൽ MLA ആവുക, മന്ത്രിയാവാൻ പറ്റുമെങ്കിൽ മന്ത്രിയാവുക, അങ്ങനെ കഴിയുന്നത്ര സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി അൻവർ വന്നിട്ടുണ്ട്. അതിന് UDFിൻ്റെ വളരെ വലിയധികം നേതാക്കളുടെ, ഒരു വിഭാഗം വലിയ നേതാക്കളുടെ മൗന അനുവാദം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അൻവർ UDFിലേക്ക് ചേക്കാറാനും UDFിൻ്റെ കക്ഷിയായി മാറാനും എല്ലാ സാധ്യതയുമുണ്ട്.